കേന്ദ്ര ബജറ്റിനോട് സമ്മിശ്ര പ്രതികരണമാണ് പ്രവാസികളുടെ ഭാഗത്തുനിന്നുള്ളത്. വൻകിട നിക്ഷേപകർ അടക്കമുള്ള പ്രവാസി വ്യവസായികൾ ബജറ്റിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതേസമയം പ്രവാസികളെയും കേരളത്തെയും പരിഗണിക്കാത്തതാണ് കേന്ദ്ര ബജറ്റെന്ന് കോൺഗ്രസ് ഇടത് പ്രവാസി സംഘടനാ ഭാരവാഹികൾ വിമർശിച്ചു. ദീർഘവീക്ഷണമുള്ള ബജറ്റ്, സാമ്പത്തിക സുസ്ഥിരതയും വികസനവും ഉറപ്പാക്കുന്ന നിർദ്ദേശങ്ങൾ, ഇതാണ് കേന്ദ്ര ബജറ്റിനോടുള്ള പ്രവാസി വ്യവസായികളുടെ പ്രതികരണം. ഇന്ത്യയുടെ ആരോഗ്യ മേഖലയ്ക്ക് ദീർഘവീക്ഷണമുള്ള രൂപരേഖ ബജറ്റിലുണ്ടെന്ന് ആസ്റ്റർ DM ഹെൽത്ത് കെയർ ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ അറിയിച്ചു. 10,000 കോടി രൂപയുടെ ബയോഫാർമ ശക്തി പദ്ധതി ചികിത്സാ ചെലവ് കുറയ്ക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രവാസികളുടെ വ്യക്തിഗത നിക്ഷേപ പരിധി 5% നിന്നും 10% ഉയർത്തിയതിനെ ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദ് സ്വാഗതം ചെയ്തു. മൊത്തം നിക്ഷേപ പരിധി 10% നിന്നും 24% ഉയർത്തിയത് ഇന്ത്യയിൽ പ്രവാസി നിക്ഷേപം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പ്രതിപക്ഷ പ്രവാസി സംഘടനാ ഭാരവാഹികൾ നിർമ്മലാ സീതാരാമന്റെ മൂന്നാമത് ബജറ്റിനെ രൂക്ഷമായി വിമർശിച്ചു. നാട്ടിൽ ഒരു സാധാരണ പൗരന് മാന്യമായി ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ കാലാകാലങ്ങളിലുള്ള ഭരണകർത്താക്കൾ പരാജയപ്പെട്ടതിന്റെ ഫലമാണ് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ നാടും കുടുംബവും ഉപേക്ഷിച്ച് ഗൾഫ് നാടുകളിലേക്കും മറ്റു വിദേശ രാജ്യങ്ങളിലേക്കും പോകുവാൻ നിർബന്ധിതരായത്. പ്രവാസികൾ എന്ന് പറയാൻ പോലും പ്രിയപ്പെട്ട ധനകാര്യമന്ത്രി തയ്യാറായില്ല എന്ന് മാത്രമല്ല, NRI സമ്പന്നരുടെ വർഗത്തിൽപ്പെട്ടവരാണ് എന്നാണ് അവർ മുൻകാലങ്ങളിലെ ബജറ്റിൽ പോലെ തന്നെ ഈ ബജറ്റിലും കണ്ടിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ദീർഘകാല പദ്ധതികളായ വളരെയധികം പ്രയോജനമുള്ള പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, അതുപോലെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സുകന്യ സമൃദ്ധി യോജന, അതുപോലെ സീനിയർ സിറ്റിസൺ സ്കീം, ഇതിലൊന്നും തന്നെ പ്രവാസിക്ക് ചേരാൻ അവകാശമില്ല. ഇതും തീർച്ചയായിട്ടും പ്രവാസികളോടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാമ്പത്തിക വിദഗ്ധർക്കും ബജറ്റിനെ കുറിച്ച് സമ്മിശ്ര പ്രതികരണമാണ്. കേന്ദ്ര ബജറ്റ് കേരളത്തോടുള്ള കടുത്ത വിവേചനത്തിന്റെയും അവഗണനയുടെയും രേഖയാണെന്ന് ദുബായിലെ ഇടതനുകൂല സംഘടനയായ ഓർമ്മ വിമർശിച്ചു. ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളമുണ്ടെന്ന യാഥാർത്ഥ്യം പോലും കേന്ദ്രമന്ത്രി മറന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.